ആണ് ഈ മെലങ്കോളിക് ഡിപ്രഷൻ എന്ന ആ ഒരു രോഗാവസ്ഥക്ക് കാണപ്പെടുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് പറയുകയാണെങ്കിൽ അവർക്ക് സന്തോഷിക്കാൻ പറ്റില്ല. അതേപോലെ എന്തെങ്കിലും ഒരു കോമഡി ഒക്കെ കാണുകയാണെങ്കിൽ അവർക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ് ഈ മെലങ്കോളിക് ഡിപ്രഷൻ. നേരെ മറിച്ച് നമ്മളിപ്പോൾ അറ്റിപ്പിക്കൽ ഡിപ്രഷനിലേക്ക് പോവുകയാണെങ്കിൽ ഈ അറ്റിപ്പിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഏകദേശം മെലങ്കോളിക് ഡിപ്രഷൻ അതേപോലെ തന്നെയാണെങ്കിലും വളരെ ശോകത്തോടു കൂടി വിഷമാവസ്ഥയോടു കൂടി ഇരിക്കുന്ന ആ ഒരു മൂഡിൽ ഇരുന്നു കൊണ്ടാണ് അവർ സാധാരണയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. അപ്പൊ എറ്റിപ്പിക്കൽ ഡിപ്രഷൻ മെലാങ്കോളിക് ഡിപ്രഷനിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ എറ്റിപ്പിക്കൽ ഡിപ്രഷനുള്ള ആളുകളുടെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോമഡി പറയുകയാണെങ്കിൽ അവര് ആ ഒരു ടെമ്പററി ആയിട്ട് ആ ഒരു ഫണ്ണ് കേട്ട് അവർ ചിരിക്കും. അതേപോലെ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് പറയുകയാണെങ്കിൽ അതിൽ അവർ സന്തോഷിക്കും. പക്ഷെ അതൊരു ചെറിയ ഒരു നിമിഷത്തേക്ക് മാത്രമായിരിക്കും, അത് അല്ലെങ്കിൽ കുറച്ചൊരു സമയത്തിലേക്ക് മാത്രമായിരിക്കും. പക്ഷെ ആ ഒരു സമയം കഴിഞ്ഞാൽ, കുറച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അവർ ആ ഒരു പഴയ ശോകാവസ്ഥ